നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് വിശദമാക്കുന്നത്. ഒന്ന്, PMAY അപേക്ഷയെ സംബന്ധിച്ചാണെങ്കിൽ, രണ്ടാമത്തേത് PMAY ലിസ്റ്റിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യം തന്നെ പറയാമല്ലോ, ലൈഫ് മിഷന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ PMAYയിലേക്ക് സെൽഫ് സർവേ ചെയ്യേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അവർക്ക് വേണ്ടി VEO അസിസ്റ്റഡ് സർവേ ചെയ്ത് PMAYയിലേക്ക് ഉൾപ്പെടുത്തിക്കോളും. നമ്മുടെ പേര് ലൈഫ് മിഷന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ VEO നമുക്ക് വേണ്ടി PMAYയിലേക്ക് സർവേ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ലൈഫ് ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ളവർ ഇത്ര മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി PMAYയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും ആപ്പിൽ കയറി വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ പഞ്ചായത്തിൽ നിന്നും വിളിക്കുന്നതായിരിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഇങ്ങനെയൊരു അവസരം ലഭിച്ചിട്ടുള്ളത്. പണ്ടൊക്കെ കടലാസ് അപേക്ഷയായിരുന്നെങ്കിൽ ഇന്ന് പേപ്പർലെസ് അപേക്ഷയായി മാറിയിരിക്കുന്നു. ആ മാറ്റം പല അപേക്ഷകർക്കും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഓൺലൈനിലൂടെ സ്വയം അപേക്ഷ സമർപ്പിക്കാൻ 2 ആപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല എന്നതാണ് ഈ സംവിധാനത്തിന്റെ ന്യൂനത. കഴിഞ്ഞ വീഡിയോയിൽ സെൽഫ് സർവേയെക്കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാൻ കഴിയാത്തത് വലിയൊരു പോരായ്മയായി തന്നെ കരുതുന്നു. സ്വന്തം ഫോണിൽ ആധാർ വെരിഫൈ ചെയ്തുകൊണ്ട്, ഫേസ് വെരിഫൈ ചെയ്തുകൊണ്ട് ഒരു യഥാർത്ഥ അപേക്ഷകന് മാത്രമേ അതിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ കഴിയുള്ളൂ എന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുമാത്രമല്ല, ആവാസ് പ്ലസ് ആപ്പ് സ്ക്രീൻഷോട്ടും അനുവദിക്കുന്നില്ല. എങ്കിലും കാര്യങ്ങൾ മിക്കവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലരുടെയും അപേക്ഷകൾ സക്സസ് ആയിട്ടുണ്ട് എന്നതിൽ സന്തോഷം. തൊഴിൽ കാർഡ് നമ്പർ ചോദിക്കുന്നതാണ് പലരുടെയും പ്രശ്നം. തൊഴിലുറപ്പ് കാർഡില്ലാത്തവർ അത് സംഘടിപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രമേ അപ്ലിക്കേഷൻ നടപടി തുടങ്ങാവൂ. പിന്നൊരു കാര്യം പറയാനുള്ളത്, പലരും വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേൾക്കാതെയാണ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ്. മറ്റൊരു പ്രശ്നമുള്ളത് സപ്പോർട്ട് ചെയ്യാത്ത മൊബൈലുകളാണ്. 10 വേർഷന് മുകളിലുള്ള മൊബൈലുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത്തരത്തിലുള്ള ഒരു ഫോണിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ വീടിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അക്യുറസി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അതുപോലെ നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് 2 or 3 മാത്രം കൊടുക്കുക. അപ്പോൾ അത്രയും പേരുടെ മാത്രം ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകുമല്ലോ. ആദ്യം ആധാർ ഫേസ് RD ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം ആവാസ് പ്ലസ് 2024 ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി പെർമിഷനുകൾ കൊടുത്ത് അസിസ്റ്റഡ് സർവേയിൽ അല്ല, സെൽഫ് സർവേ എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ ആധാർ നമ്പർ കൊടുത്ത് ഓതന്റിക്കേറ്റ് ചെയ്ത് സർവേ തുടങ്ങാം. പരമാവധി സ്ത്രീകളുടെ പേരിൽ അപേക്ഷിക്കുക. കുടുംബത്തിൽ സ്ത്രീകളില്ലെങ്കിൽ മാത്രം പുരുഷന്മാർ അപേക്ഷിക്കുക. ഒന്നുകൂടി പറയാം, സെൽഫ് സർവേ അവസാനിക്കുന്നത് മെയ് 15-നാണ്. ആദ്യം ഏപ്രിൽ 30 വരെയാണ് പറഞ്ഞിരുന്നതെങ്കിലും കാശ്മീർ പോലെയുള്ള സ്റ്റേറ്റുകളിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് എല്ലാവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ടാകുന്നതിന് വേണ്ടി മെയ് 15 വരെ നീട്ടുകയായിരുന്നു. ഈ അവസരം എല്ലാവരും യൂസ് ചെയ്യുക. ഇനി PMAYയുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഗൂഗിളിൽ PM ആവാസ് ഗ്രാമീൺ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ PMAYയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ മെനു ബട്ടൺ ഉണ്ടാവും, 3 വര ഉണ്ടാവും. ആ 3 ബട്ടൺ വരയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു പേജിലേക്ക് പോകും. അവിടെ ആവാസ് സോഫ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. കുറേ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ആവാസ് സോഫ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷനുകൾ വരും.
അതിൽ റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പുതിയൊരു പേജിലേക്ക് പോകും. ആ പേജ് നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക. അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഫോർ വെരിഫിക്കേഷൻ എന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു പേജിലേക്ക് വരും. ആൾ സ്റ്റേറ്റ് എന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റുകളുടെ ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. അതിൻ്റെ തൊട്ടടിയിലുള്ള സെലക്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്ട്രിക്റ്റുകളുടെ ലിസ്റ്റ് വരും. അവിടെ നിന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഓപ്ഷൻ, അടുത്ത സെലക്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് വർഷത്തെ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത് ആ വർഷം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് പദ്ധതിയാണെന്നുള്ള ഓപ്ഷനാണ് അടുത്തത്. അത് സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അടിയിൽ ക്യാപ്ച കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ലിസ്റ്റ് കിട്ടും.